പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ ചക്ക കഴിക്കുന്നത് ചിക്കനും കൂട്ടിയാണ്. സൈഡിൽ ഇച്ചിരി അൽഫാം ഇരിക്കുന്നുണ്ട്, സാലഡ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചാൽ അടിപൊളിയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഈ ചക്കയും ചിക്കനും കൂട്ടിയിട്ടാണ് കഴിക്കണേ. നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്കയുടെ കൂടെ നാരങ്ങച്ചാറ് കൂട്ടി കഴിക്കാനാണ്. ഇന്ന് നാരങ്ങച്ചാറ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചിക്കൻ എടുത്തത്. ചക്കയുടെ കൂടെ ചിക്കനും പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും എല്ലാം കൂടിയിട്ടായിരുന്നു ഇന്നലത്തെ ചായ കൂടി. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്നുള്ളത് കണ്ടിട്ട് വരാം നമുക്ക്. ഇത്രയും ചക്കയാണ് കേട്ടോ തൊട്ടപ്പുറത്തെ വീട്ടിൽ സിന്ധു ചേച്ചി എനിക്ക് കൊണ്ട് തന്നെ വൈകുന്നേരം. അപ്പോൾ ഞാൻ അരിവാൾ ഉപയോഗിക്കുന്നില്ല. സാധാരണ അരിവാളൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ചക്ക വെട്ടാറ്. എനിക്ക് ഇത് ചക്ക വെട്ടാൻ വേണ്ടിയിട്ടൊരു കത്തി മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കതാണ് കംഫർട്ടബിൾ. അപ്പോൾ അങ്ങനെ കത്തി വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതൊന്നും ഞാൻ കല്യാണത്തിന് മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ചക്ക നന്നാക്കലോ ചക്ക പുഴുക്ക് വെക്കലോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കണേന്ന് കണ്ടുപഠിച്ചിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ഓൾറെഡി എനിക്ക് 8ാം ക്ലാസ് മുതൽ അറിയാമെന്ന് ഞാൻ പണ്ടത്തെ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം അമ്മച്ചിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തോരൻ കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ കല്യാണത്തിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളത് ചെയ്തു. പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുക്കിംഗ് അടുക്കളയിലെ പണികളൊന്നും നമുക്ക് പേടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആവശ്യം വന്നപ്പോൾ നമ്മളത് നമ്മുടെ സ്കില്ല് പുറത്തെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചക്ക വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ മുറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ വെളിഞ്ഞിന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിങ്ങനെ ചിരട്ടയിലാണ് തൂക്കാറ്. പിന്നെ രാത്രി ആയതുകൊണ്ട് ചിരട്ട എടുക്കാൻ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചത്. ന്യൂസ് പേപ്പറിൻ്റെ അകത്തുള്ള മഷി അത്ര നല്ലതല്ല നമുക്കെന്നുള്ളത് അറിയാം. എങ്കിലും അവിടെ കിട്ടിയ സാധനം ഉപയോഗിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ വെളിഞ്ഞിനൊക്കെ കളഞ്ഞെടുത്തതാണ്. നല്ല ചക്കയായിരുന്നു കേട്ടോ. പെട്ടെന്ന് പൊളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ചക്ക വെട്ടുക എന്നുള്ളത് വലിയ റിസ്കി പരിപാടിയൊന്നും അല്ല. നമ്മൾ അരിവാൾ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ചക്ക വെച്ചിട്ട് 2 കാലും കൊണ്ട് ചവിട്ടി പിടിച്ച് അരിവാളും കൊണ്ട് വട്ടത്തിൽ വരഞ്ഞ് വെട്ടി വീണ്ടും അത് 4ആക്കി പിന്നെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്താൽ ഈസിയാണ്. ചെയ്തിട്ടുണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞ പിന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അൽക്കുലത്തെ പരിപാടികളൊന്നും വലിയ പ്രശ്നമല്ലാണ്ട് പൊക്കോളും. ആരുടെ കൈസഹായം വേണ്ട. എപ്പോഴും പെൺകുട്ടികൾ ചക്ക നന്നാക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ചക്ക ഇല്ലാത്തൊരു വീടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ചക്ക സീസണിൽ എല്ലാ വീട്ടിലും ചക്ക വെക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടു പഠിക്കുകയോ ചെയ്തു പഠിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. ഒറ്റയ്ക്കാവുമ്പോൾ വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ടി വരില്ല. അപ്പം ഞാൻ ചക്കയൊക്കെ നന്നാക്കി എടുത്തിട്ട് പുറത്ത് നിന്ന് തന്നെ അരിയാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല കൊതുകായിരുന്നു. രാത്രിയല്ലായിരുന്നോ? എൻ്റെ ദൈവമേ എന്തൊരു കൊതുകാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ മഴ കഴിഞ്ഞാൽ പിന്നെ എത്ര കൊതുക്. പെരക്കകത്തേക്കൊന്നും അധികം ഇല്ല കേട്ടോ. പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അകത്തേക്ക് കയറി പോന്നു. അപ്പം അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് 2ആക്കി മുറിച്ച് അതിൻ്റെ കുരുവും ആ കുരുവിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ചക്ക ഞാൻ വലിയ പീസായിട്ടാണ് അരിയണം. കാരണം ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കണം. എന്തായാലും അത് കുഴഞ്ഞ് വരും. എനിക്ക് കുഴച്ചെടുക്കണതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ സൈസ് കൂടിയെന്ന് കരുതിയും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് പറ്റില്ല. ചില ആളുകളുണ്ട് എന്ത് സാധനം ഒരേ സൈസിലൊക്കെ ആയിരിക്കും അരിയണേ. ചിലർക്ക് നീളത്തിലരിഞ്ഞാലാണ് ഇഷ്ടം. ചിലർക്ക് ഇപ്പോൾ ഏത് ഷേപ്പ് ചെയ്താലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായാൽ മതി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കൺസേൺ ആണല്ലോ. എനിക്ക് ചെറിയ ഉള്ളി അരിയുമ്പോൾ വട്ടത്തിൽ തന്നെ അരിയണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യം. എന്നാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ അത് നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ സ്വാദാണ്. കടുക് വറുക്കുമ്പോഴൊക്കെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിയുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആശയങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ചക്കയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എങ്ങനെയെങ്കിലും കുക്കറിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് അത് വിഷയമല്ല. പിന്നെ ചക്ക വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചക്കക്കുരുവും കൂടി ഇടണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് കുറച്ച് ചക്കക്കുരും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചക്ക വേവിച്ചെടുക്കണേ. ഞാനിവിടുത്തെ കുക്കിംഗ് എല്ലാം കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കുക്കറാണ് എൻ്റെ ഹെൽപ്പ് ചെയ്യണ ഏറ്റവും അടുക്കളയിൽ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്യണ ഫ്രണ്ട് എന്ന് പറയുന്നത്. എല്ലാ സാധനവും കുക്കർ, ചോറും കറിയും ഒക്കെ കുക്കറിൽ വെക്കണം. തോരൻ മാത്രം കുക്കറിലല്ല വെക്കണേ. ഞാൻ അച്ചിങ്ങയും കായയും കുക്കറിൽ വെക്കും, അവിയൽ കുക്കറിൽ വെക്കും. സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ ഒറ്റ വിസിൽ അപ്പം തന്നെ എടുക്കുക. അവിയലൊക്കെ സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്ത് ചെയ്താലും പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അപ്പം തന്നെ കഴുകി വെക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അതിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എടുക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതൊരു അങ്ങനത്തെ ഒരു ശീലമായിപ്പോയി. അതെവിടെ നിന്നാണ് കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ചക്ക നന്നാക്കി എല്ലാം കഴിഞ്ഞ് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാട്ടോ ഞാൻ വേവിക്കണേ.
പിന്നെ അത് അടി പിടിക്കാണ്ടിരിക്കാൻ സ്വല്പം വെള്ളവും ചേർക്കും. ഈ ചക്ക കഴുകുമില്ല എന്നുള്ളത് പണ്ട് മുതൽ നമ്മളിങ്ങനെ കണ്ടു വന്നേക്കുന്ന ഒരു ശീലമാണ്. ഇനി ചക്ക കഴുകുന്ന ആളുകളുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ചക്ക കഴുകിയിട്ടില്ല കേട്ടോ. ന്യൂജൻ പിള്ളേരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചക്ക എങ്ങനെ വെക്കാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടെങ്കിലും പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്തിലൊരു വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ നാളെ ഇനിയിപ്പോൾ ഞാൻ ചക്ക എങ്ങനെ വെക്കണമെന്ന് മറന്നുപോയാലും എനിക്ക് വീഡിയോ കാണാമല്ലോ, വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാമല്ലോ എന്നും കരുതിയിട്ടാണ് വീഡിയോ എടുക്കണത് കേട്ടോ. ഞാൻ ചക്കക്കുരു ഇട്ടിട്ടുണ്ട്, 2 എണ്ണം ഇട്ടിട്ട്, 2 3 എണ്ണം അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചക്കക്കുരു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇന്നാളാണ് ഞാൻ ആദ്യമായിട്ട് ചക്കക്കുരു തോരൻ കഴിച്ചത്. നിങ്ങളാരെങ്കിലും ചക്കക്കുരു തോരൻ കഴിച്ചിട്ടുണ്ടോ? കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം വെല്ലുമിച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് വെല്ലുമിച്ചി ചക്കക്കുരു തോരൻ ഉണ്ടാക്കിയിരുന്നു. കുക്കറിൽ വേവിച്ചിട്ട് സാധാരണ തോരൻ മറ്റേ മെഴുക്കുവരട്ടി, അച്ചിങ്ങയും കായൊക്കെ നമ്മൾ മെഴുക്കുവരട്ടില്ല അതുപോലെ ഉള്ളി മുളകൊക്കെ ചതച്ച് നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ഗ്യാസ് ഉണ്ടാവില്ല. അത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് സമയം എടുക്കും. ഇപ്പം ഞാൻ കടുക് വറക്കാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ഉണക്കമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ആട്ടോ എടുക്കണേ. ഉണക്കമുളക് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. നമ്മളിങ്ങനെ ക്രഷ് ചെയ്യൂലേ മിക്സിയിൽ, അപ്പോൾ ആദ്യം ഞാൻ ഉണക്കമുളക് ഇട്ട് ക്രഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയും ചെറിയ രീതിയിലൊന്ന് കറക്കിയെടുക്കും. പിന്നെ ഏറ്റവും അവസാനമാണ് വെളുത്തുള്ളി ഇടണേ. വെളുത്തുള്ളി ഞാൻ തൊണ്ടോട് കൂടി ആട്ടോ ഇടണേ, എന്നാലാണ് നമുക്ക് ആ ചക്കയ്ക്കും എന്തിനാണെങ്കിലും ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ വെളുത്തുള്ളി എന്ത് കറിക്കിടുണ്ടെങ്കിലും തൊണ്ടോട് കൂടി ഇടുള്ളൂ. അത് ചക്കയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒലത്തിയെടുക്കുമ്പോൾ ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കും. അല്ലാത്തത് ഞാൻ ചതച്ചിട്ടാട്ടോ എടുക്കണേ. തോരനൊക്കെ വെക്കാൻ നേരത്ത് ഞാൻ ചതച്ചാണ് എടുക്കണേ. എനിക്ക് അങ്ങനത്തെ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇച്ചായനും അതിനോട് സഹകരിക്കും എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, തൊണ്ടോട് കൂടി ഇടുന്നതിന് വിഷയമില്ല. നല്ല സ്വാദാണ്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കും കേട്ടോ. തൊണ്ടോട് കൂടി വെളുത്തുള്ളി അങ്ങനെ അതെല്ലാം കൂടി ഞാനിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങയും കൂടി വേണം. തേങ്ങ ചിരണ്ടിയിട്ട് ഞാൻ ഈ മിക്സിയുടെ ഈ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. തേങ്ങ അങ്ങനെ തന്നെ ഇടാറില്ല. അപ്പോൾ നമ്മുടെ ഈ മിക്സിക്കകത്തിരിക്കുന്ന മുളകും സാധനങ്ങൾ ആ തേങ്ങയുടെ കൂടെ മിക്സ് ആവുകയും ചെയ്യും, ഒന്നും വേസ്റ്റ് ആവില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ. ഞാനിപ്പോൾ 2 വിസിലായിട്ട് അടുപ്പിച്ചെടുത്തേക്കണേ. ചക്ക ഒറ്റ വിസിൽ മതി, എന്നാലും ഞാൻ 2 എണ്ണം അടുപ്പിച്ചിട്ടുണ്ട്. അടിച്ചപ്പോൾ തന്നെ തുറക്കുകയും ചെയ്തു കേട്ടോ. വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ഉപയോഗിക്കാം, കുറച്ച് ഉപയോഗിക്കേണ്ടവർക്ക് കുറച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ വളരെ കുറച്ചാണ് ഉപയോഗിക്കണേ. കാരണം ചക്ക എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ, അതിലേക്ക് ഒത്തിരി ഓയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെറുതെ അത് ചീത്തയാക്കി കളയണ്ട എന്നുള്ള രീതിയിൽ. കടുക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലാസ്റ്റ് ചേർത്തിട്ടാണ് ചക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണത്. കടുകിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടുക് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അത് ഒന്നാമത്തേത് നല്ല കടുമാങ്ങാച്ചാറില്ലേ, അതിൻ്റെ അകത്തെ കടുക് പച്ചനെ ആണല്ലോ ഇടണേ. പിന്നെ ഉള്ള കടുക് കഴിക്കാൻ ഇഷ്ടം എനിക്ക് ഉപ്പുമാവിൽ കുറേ കടുക് ഇടുന്നത് എനിക്കിഷ്ടമാണ്. ഈ 2 സാധനത്തിലാണ് കടുക് എനിക്കിഷ്ടമുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ മിനിമൽ രീതിയിൽ ആണ് കടുക് ഞാൻ ചേർക്കാറുള്ളൂ. കടുമാങ്ങാച്ചാർ എന്ന് പറഞ്ഞപ്പോൾ കൊതി വരുന്നു. അച്ചാർ ഫാൻസ് ഉണ്ടോ? അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കയും അച്ചാറും കൂട്ടി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നാരങ്ങച്ചാറില്ലേ, ഇച്ചിരി നാരങ്ങച്ചാറിൻ്റെ ചാറും ആ നാരങ്ങ ഒക്കെ കൂട്ടി ഇങ്ങനെ വായിൽ വെള്ളം വരും. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. ചിക്കനേക്കായും ബീഫിനേക്കായും ഒക്കെ എനിക്കിഷ്ടം അച്ചാറാണ്. അച്ചാർ കൂട്ടി കഴിക്കാനാണ്. കപ്പയില്ലേ, കപ്പ പുഴുങ്ങിയിട്ടും അച്ചാർ കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടം. അത് നാരങ്ങച്ചാർ തന്നെ വേണം. ഈന്തപ്പഴം ഇട്ട നാരങ്ങച്ചാറല്ല, അല്ലാതെ നമ്മൾ ബിരിയാണിക്കൊക്കെ കൂട്ടുമ്പോൾ അങ്ങനത്തെ ടൈപ്പ് നാരങ്ങച്ചാറില്ലേ അത്. അപ്പോൾ അതേ കടുക് പൊട്ടിച്ചു, അതിലേക്ക് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നതിന് ശേഷം തേങ്ങയും കൂടി ഇട്ട് ഞാൻ ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ചക്ക ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ ചക്ക വെക്കുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് നോക്കൂ. കറിവേപ്പില എനിക്ക് ഉണ്ടായില്ല കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ആ കറിവേപ്പില ചേർത്ത് കൊടുക്കുള്ളൂ. കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കില്ല. കാരണം അതിൻ്റെ ഫ്ലേവറും ആ സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ പച്ചനെ തന്നെ ചേർക്കണം ലാസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിതൊന്നും അറിയില്ലാത്ത കാര്യമൊന്നുമല്ല. ഇനി ഏതെങ്കിലും പിള്ളേർ സെറ്റ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചക്ക ഉണ്ടാക്കി എടുക്കണേ എന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു.
ഏതാണോ അവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അവരുണ്ടാക്കിക്കോട്ടെ. പിന്നെ ചക്ക എന്ന് പറയുന്ന സാധനമൊക്കെ കിട്ടുമ്പോൾ കഴിക്കുക. കാരണം എപ്പോഴും അതൊന്നും കിട്ടിയെന്ന് വരില്ല. ഇപ്പൊക്കെ ചക്കയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാനും പ്രിപ്പയർ ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു കാര്യവും പഠിക്കരുത്. അവനവന് വേണ്ടിയിട്ട് ചെയ്യുക, അവനവന് വേണ്ടിയിട്ട് പഠിക്കുക. എല്ലാം നമ്മളിൽ നിന്ന് എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.